നമസ്കാരം. പശ്ചിമേഷ്യയിലെ സ്ഥിതി കൂടുതൽ രൂക്ഷമാകുമ്പോൾ എണ്ണവിലയെയും അത് സാരമായി ബാധിക്കും. ഇറാനെതിരെ ശനിയാഴ്ച ആരംഭിച്ച അമേരിക്ക-ഇസ്രായേൽ സൈനിക നീക്കങ്ങൾ ലോകമെമ്പാടും വലിയ ആഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇന്ന് ഇറാന്റെ ആക്രമണത്തിൽ ഒരു എണ്ണക്കപ്പൽ കത്തിയമരുകയും തുടർന്ന് ഹോർമുസ് കടലിലൂടെയുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുകയും ചെയ്തു. ഇത്തരം സാഹചര്യങ്ങൾ മൂലം ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ സാധ്യതയേറുകയാണ്. ബ്രിട്ടനിലെ വാഹന ഉടമകൾക്ക് ഇന്ധനവില സർവ്വകാല റെക്കോർഡിലെത്തുമെന്ന മുന്നറിയിപ്പ് ലഭിച്ചു കഴിഞ്ഞു. സാമ്പത്തിക മാന്ദ്യത്തിന്റെ വക്കിലുള്ള രാജ്യങ്ങൾ ആഴ്ചകൾക്കുള്ളിൽ വലിയ തകർച്ചയിലേക്ക് നീങ്ങുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പ്രവചിക്കുന്നത്. ഇറാന്റെ പ്രത്യാക്രമണ ഭീഷണിയെ തുടർന്ന് കപ്പൽ കമ്പനികൾ തങ്ങളുടെ ചരക്ക് നീക്കം നിർത്തിവെച്ചതോടെ കേവലം 24 മൈൽ മാത്രം വീതിയുള്ള 100 മൈൽ ദൈർഘ്യമുള്ള ഈ പാത കടക്കാൻ ധൈര്യമില്ലാതെ 150ഓളം ടാങ്കറുകൾ നങ്കൂരമിട്ട് കിടക്കുകയാണ്. ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ ആക്രമണം ഉണ്ടായെന്ന് കരുതപ്പെടുന്ന ഒരു ടാങ്കർ കടലിൽ കത്തിയമരുകയും അതിലെ ജീവനക്കാരെ ഒഴിപ്പിക്കുകയും ചെയ്തിരുന്നു. പലാവു റിപ്പബ്ലിക്കിന്റെ പതാക വഹിച്ചുള്ള എണ്ണ ടാങ്കർ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. സ്കൈലറ്റ് എന്ന കപ്പലിന് നേർക്കായിരുന്നു ആക്രമണം ഉണ്ടായത്. കപ്പലിലുണ്ടായിരുന്ന 20 ജീവനക്കാരെയും സുരക്ഷിതമായി ഒഴിപ്പിക്കുകയും ചെയ്തു. 15 ഇന്ത്യൻ പൗരന്മാരും 5 ഇറാനിയൻ പൗരന്മാരുമായിരുന്നു സംഘത്തിലുണ്ടായിരുന്നത്. ഒമാൻ തീരത്ത് രണ്ടാമതൊരു ടാങ്കറിന് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായതായിട്ടാണ് റിപ്പോർട്ടുകൾ. അതേസമയം US-ഇസ്രായേൽ സംയുക്ത സൈനിക നീക്കത്തിന് പ്രതികാരമായി അമേരിക്കൻ നാവിക താവളങ്ങൾക്കും ദുബായിലെ ഒരു തുറമുഖത്തിന് നേരെയും ആക്രമണം ഉണ്ടായി. പേർഷ്യൻ ഗൾഫ് അറബിക്കടലിലേക്ക് ചേരുന്ന ഹോർമുസ് ഇടുക്കിലൂടെ കടന്നു പോകുന്ന കപ്പലുകളുടെ സുരക്ഷ ഉറപ്പു നൽകാൻ കഴിയില്ലെന്ന് അമേരിക്കൻ സൈന്യം മുന്നറിയിപ്പ് നൽകി. ലോകത്തെ 20% എണ്ണയും 25% ദ്രവീകൃത പ്രകൃതിവാതവും കടന്നുപോകുന്ന അതീവ നിർണായകമായ ഈ പാതയിൽ കഴിഞ്ഞ മാസം ഇറാൻ വെടിവെപ്പ് പരിശീലനം നടത്തി ഗതാഗതം തടസ്സപ്പെടുത്തിയിരുന്നു. ഈ കടൽപാത ഇറാൻ ഔദ്യോഗികമായി അടച്ചിട്ടില്ലെങ്കിലും കപ്പൽ ഗതാഗതം പുനരാരംഭിക്കാൻ ദിവസങ്ങൾ എടുത്തേക്കുമെന്നാണ് വിദഗ്ധരുടെ പ്രവചനം. ഇത് എണ്ണവില കുതിച്ചുയരാൻ കാരണമായേക്കുമെന്നും ഭീതിയുണ്ട്. ഇതിന്റെ ഫലമായി 4 വർഷം മുമ്പ് റഷ്യ യുക്രൈനെ ആക്രമിച്ച സമയത്തുണ്ടായതിനേക്കാൾ വലിയ രീതിയിൽ ഇന്ധനവില കുതിച്ചുയരാൻ സാധ്യതയുണ്ട്. 2022 റഷ്യൻ അധിനിവേശ സമയത്ത് ലിറ്ററിന് 190 പെൻസ് വരെ ഉയർന്ന പെട്രോൾ വിലയേക്കാൾ മോശമായ അവസ്ഥയാകും ഇനി ഉണ്ടാകുകയെന്നാണ് യുകെയിലെ ഓട്ടോമൊബൈൽ അസോസിയേഷൻ പ്രസിഡന്റ് എഡ്മിൻ കിങ് മുന്നറിയിപ്പ് നൽകിയത്. നിലവിൽ ഇത് ഏകദേശം 133 പെൻസാണ്. പശ്ചിമേഷ്യയിലെ കലാപങ്ങളും ബോംബാക്രമണങ്ങളും ഇന്ധനവില വർധനവ് അനിവാര്യമായ കാരണമാകുമെന്നും അദ്ദേഹം ദി ടൈംസിനോട് പറഞ്ഞു. വാഹനോടമകൾ ജാഗ്രത പാലിക്കണമെന്നും അടുത്ത 10 മുതൽ 12 ദിവസത്തിനുള്ളിൽ ഇന്ധന പമ്പുകളിൽ സർവ്വകാല റെക്കോർഡ് വില നാം കണ്ടേക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാൻ റവല്യൂഷണറി ഗാർഡിൽ നിന്നുള്ള VHF റേഡിയോ സന്ദേശം പുറത്തു വന്നതോടെ എണ്ണക്കപ്പലുകൾ നേരിടുന്ന ഭീഷണി ഇന്നലെ കൂടുതൽ വ്യക്തമായി. റോക്കറ്റുകൾ, ഡ്രോണുകൾ എന്നിവയിൽ നിന്നുള്ള ആക്രമണ ഭീഷണി കണക്കിലെടുത്ത് യൂറോപ്യൻ വമ്പന്മാരായ മെർസ്ക്, CMA CGM തുടങ്ങിയ പ്രമുഖ കമ്പനികൾ കപ്പൽ ഗതാഗതം നിർത്തിവെച്ചു. ഇന്ന് രാവിലെ ലഭിച്ച വിവരങ്ങൾ പ്രകാരം ക്രൂഡ് ഓയിൽ, LNG ടാങ്കറുകൾ ഉൾപ്പെടെ കുറഞ്ഞത് 150 കപ്പലുകളെങ്കിലും ഹോർമുസ് കടലിടുക്കിന് പുറത്ത് ഗൾഫ് കടലിൽ നങ്കൂരമിട്ടിരിക്കുകയാണെന്നാണ്. ഈ പാതയുടെ മറുവശത്തും ഡസൻ കണക്കിന് കപ്പലുകൾ ചലിക്കാതെ കിടക്കുന്നുണ്ട്. പ്രധാന എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളായ ഇറാഖ്, സൗദി അറേബ്യ, ഖത്തർ എന്നിവയുടെ തീരക്കടലിലാണ് ഈ ടാങ്കറുകൾ കൂട്ടമായി കിടക്കുന്നതെന്നാണ് മറൈൻ ട്രാഫിക് പ്ലാറ്റ്ഫോമിൽ നിന്നുള്ള കപ്പൽ ട്രാക്കിംഗ് വിവരങ്ങൾ അടിസ്ഥാനമാക്കി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഒമാനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരങ്ങൾ പ്രകാരം ഇന്ന് രാവിലെ ആക്രമിക്കപ്പെട്ട എണ്ണക്കപ്പലിന് തീപിടിക്കുകയും അതിലുണ്ടായിരുന്ന ജീവനക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 4ഓളം ജീവനക്കാർക്കായിരുന്നു പരിക്കേറ്റത്. ഇതിനു പുറമെ മാർഷൽ ഐലൻഡ്സ് പതാകയേന്തിയ MKD വ്യോം എന്ന ടാങ്കറിന് ഒമാൻ തീരത്ത് വെച്ച് മിസൈൽ പോലെയുള്ള വസ്തു പതിച്ച് ആഘാതമേറ്റതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. UAE തീരത്തിന് സമീപം നങ്കൂരമിട്ടിരിക്കുന്ന മറ്റൊരു കപ്പലിൽ നിന്ന് ഇന്നലെ പകർത്തിയ വീഡിയോയിൽ 200 മീറ്റർ അകലെ കടലിൽ റോക്കറ്റ് വന്ന് പതിക്കുന്നത് കാണാം. വ്യോമാക്രമണങ്ങളെ തുടർന്ന് ദുബായ്, ഒമാൻ, ബഹ്റൈൻ എന്നിവിടങ്ങളിലെ തുറമുഖങ്ങൾ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. അമേരിക്കൻ നാവികസേന തന്ത്രപ്രധാനമായ ലോജിസ്റ്റിക് കേന്ദ്രമായി ഉപയോഗിക്കുന്നതും വിമാനവാഹിനി കപ്പലുകളെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ളതുമായ ഒമാനിലെ ദുഖം തുറമുഖത്തിന് നേരെയും ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. ഇന്നലെ ദുബായിലെ ജബൽ അലി തുറമുഖത്ത് വ്യോമാക്രമണം തടയുന്നതിനിടെ അവശിഷ്ടങ്ങൾ പതിക്കുകയും ചുരുങ്ങിയത് ഒരിടത്തെങ്കിലും തീപിടുത്തം ഉണ്ടാകുകയും ചെയ്തിരുന്നു. ഇന്ന് അബുദാബിയിലെ നാവിക താവളത്തിന് നേരെ 3 റോക്കറ്റുകൾ തൊടുത്തുവിട്ടതായും റിപ്പോർട്ടുണ്ട്. ഇതിൽ 2 എണ്ണം പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തകർത്തു. അതേസമയം സൗദി അറേബ്യയും റഷ്യയും ഉൾപ്പെടുന്ന പ്രമുഖ എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ OPEC+ എണ്ണ ഉൽപ്പാദനത്തിൽ പ്രതീക്ഷിച്ചതിലും വലിയ വർധനവ് പ്രഖ്യാപിച്ചു. പ്രതിദിനം 2,06,000 ബാരൽ അധികമായി ഉൽപ്പാദിപ്പിക്കാനാണ് തീരുമാനം. ഏപ്രിൽ മാസത്തോടെ ഈ വർധനവ് നിലവിൽ വരുമെന്ന് കൂട്ടായ്മ അറിയിച്ചു. ഇറാൻ സംഘർഷത്തെക്കുറിച്ച് അവർ പരാമർശിച്ചില്ലെങ്കിലും സ്ഥിരതയുള്ള ആഗോള സാമ്പത്തിക കാഴ്ചപ്പാടും നിലവിലെ മികച്ച വിപണി സാഹചര്യങ്ങളും കണക്കിലെടുത്താണ് ഈ നീക്കമെന്നും അവർ വ്യക്തമാക്കി.